കോഴിക്കോട് മുക്കത്ത് പീഡനശ്രമം ചെറുക്കുന്നതിനിടെ പെൺകുട്ടി കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയത് പ്രാണരക്ഷാർത്ഥമാണെന്നാണ് പെൺകുട്ടിയുടെ കുടുംബം പറയുന്നത്. 24-നോട് അക്കാര്യം പറയുകയായിരുന്നു. 3 പേർ റൂമിനകത്ത് അതിക്രമിച്ചു കയറി പെൺകുട്ടിയെ പിടിക്കാൻ ശ്രമിച്ചു. അക്രമം ചെറുക്കുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്നും കുടുംബം 24-നോട് പറഞ്ഞു. ഇപ്പോൾ ശനിയാഴ്ച രാത്രി ഒരു 11 മണിയോട് കൂട്ടിയാണ് ഈ സംഭവം നടന്നതെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മളിത് അറിയാൻ കഴിഞ്ഞത് പുലർച്ചെ ഒരു 3:15 കൂടിയിട്ടാണ് നമ്മളവിടെ നിന്ന് ഇങ്ങോട്ട് പുറപ്പെടുക ചെയ്തത്. പോലീസാണ് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഹോസ്പിറ്റലിൽ നിന്നും കോൾ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ്. അപ്പോൾ കുട്ടിയായിട്ട് സംസാരിച്ച സമയത്ത് പറഞ്ഞു ഇങ്ങനെ 11 മണിക്ക് ഇവർ വർക്ക് ചെയ്തിട്ട് 3 മാസമായിട്ടൊരു ഇവിടെ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യായിരുന്നു. അവൾ ഹോട്ടൽ മാനേജർ കഴിഞ്ഞാണ്. അങ്ങനെ വർക്ക് ചെയ്ത സമയത്ത് അപ്പോൾ അവിടെയുള്ളൊരു അതിന് ഓണറും പിന്നെ ഒരു 2 പേരും പിന്നെ ഒരു അവിടുത്തെ സെക്യൂരിറ്റിയും പിന്നെ അവരുടെ സഹായിയും ചേർന്നിട്ട് റൂമിലേക്ക് ബലമായി തള്ളി തുറക്കുകയും അകത്ത് കയറുകയും അതുപോലെ തന്നെ മോശമായിട്ട് സംസാരിക്കുകയും പിന്നെ അതുപോലെ തന്നെ കയറി പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതിൻ്റെ വെപ്രാളത്തിൽ കുട്ടി ബിൽഡിങ്ങിൽ നിന്ന് താഴോട്ട് ചാടുകയാണ് ഉണ്ടായത്. അപ്പോൾ അതേ സമയത്ത് തന്നെ ഈ സംഭവം നടക്കുന്ന എല്ലാ അടിപിടിയും കാര്യങ്ങളും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം കുട്ടിയുടെ മൊബൈലിൻ്റെ ഓണായിരുന്നു, സ്ക്രീൻ റെക്കോർഡിംഗ് ഓണായിരുന്നു. അതുകൊണ്ട് തന്നെ ക്യാമറ ഓണായ സമയത്ത് മുഴുവൻ കാര്യങ്ങളും നമുക്ക് അതിനകത്ത് റെക്കോർഡ് കൃത്യമായിട്ട് അതിനകത്തുണ്ട്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് സംസാരിക്കുന്നത്. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഭിജിത്ത്, ഈ വാർത്ത വന്നപ്പോൾ തന്നെ ആ ഒരു രീതിയിൽ തന്നെയുള്ള സൂചനകൾ വന്നിരുന്നു. ഇവർ ഈ കുട്ടിയെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെ. പാവം പ്രാണരക്ഷാർത്ഥമാണ് അതിൻ്റെ മുകളിൽ നിന്ന് ചാടിയത്. അത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത വേദന തോന്നുന്നു. അതുമാത്രമല്ല, ക്യാമറയിലെല്ലാം പതിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കുടുംബം പറഞ്ഞത്, അല്ലേ? തീർച്ചയായും സ്മിത, കൂടുതൽ ആരോപണങ്ങളുമായി കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. മുക്കത്തെ സ്വകാര്യ ലോഡ്ജിൽ ജോലി ചെയ്യുന്ന യുവതിയാണിത്. ഇവർ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇത്തരത്തിൽ ഈ ഹോട്ടൽ ഉടമ, അവർ ജോലി ചെയ്യുന്ന ലോഡ്ജിലെ ഉടമയും ഒപ്പം 2 പേരും ചേർന്ന് ഇവരുടെ മുറിയിലേക്ക് ബലം പ്രയോഗിച്ച് കയറാൻ ശ്രമിക്കുകയും തുടർന്ന് ഈ കുട്ടിയെ കയറി പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. തുടർന്ന് അങ്ങനെയാണ് പ്രാണരക്ഷാർത്ഥം ഈ കുട്ടി ആ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയത് എന്ന് ഈ കുട്ടിയുടെ കുടുംബം, ബന്ധു വ്യക്തമാക്കുകയാണ്. വലിയ രീതിയിലുള്ള അതിക്രമം അതിനകത്ത് നടക്കാൻ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു ഈ കുട്ടിയുടെ ശ്രമം എന്ന് പറയുന്നു. ഒപ്പം ഒരു വിശ്വാസ്യത ഈ ഹോട്ടൽ ഉടമ നേടിയെടുത്തു. അതിനുശേഷം മോശം രീതിയിലുള്ള മെസ്സേജുകൾ, ശബ്ദ സന്ദേശങ്ങൾ ഉൾപ്പെടെ ഈ പെൺകുട്ടിക്ക് അയക്കാറുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ചില സൂചനകൾ ഈ പെൺകുട്ടി തങ്ങളുമായി പങ്കുവച്ചിരുന്നുവെന്നും കുടുംബം പറയുന്നുണ്ട്. ഒരു ഫോൺ വാങ്ങി നൽകി, അങ്ങനെ ചില പ്രശ്നങ്ങൾ ഇവരിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഈ കുട്ടി പറയുന്നു. തുടർന്ന് ഒരാഴ്ച ഈ കുട്ടി ഈ ലോഡ്ജിലേക്ക് പോകാതെ നിന്നിരുന്നു. തുടർന്ന് പിന്നീട് ഈ കഴിഞ്ഞ ദിവസം ലോഡ്ജിലെത്തുന്നു. അതിനെ തുടർന്ന് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്തു. ഏതായാലും ഇക്കാര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 3 പേരും ഇപ്പോൾ ഈ സംഭവത്തിൽ 3 പേർക്കെതിരെയാണ് മുക്കം പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതിൽ 3 പേരും ഒളിവിലെന്നാണ് പോലീസ് പറയുന്നത്. അവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ഇവർ പറയുന്നതനുസരിച്ച് ഒരു വീഡിയോ ഇവരുടെ കൈവശമുണ്ട്. അത് ഈ പെൺകുട്ടി തന്നെ ചിത്രീകരിച്ചതാണ്. ഈ വീഡിയോ ദൃശ്യങ്ങളിൽ എല്ലാ കാര്യവും പതിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം കൂടി കുടുംബം വ്യക്തമാക്കുകയാണ്. ഏതായാലും കുടുംബം കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. പോലീസ് എന്തുകൊണ്ട് പ്രതിയെ പിടികൂടുന്നില്ല? ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ടും അത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. അഭിജിത്ത്, എന്തുകൊണ്ടാണ് ഈ പ്രതിയിലേക്ക് എത്താത്തത്? ഈ വിവരങ്ങളൊക്കെ പോലീസിന് കൈമാറിയിരുന്നില്ലേ കുടുംബം? തീർച്ചയായും പ്രവിത, ഇക്കാര്യങ്ങളൊക്കെ ഈ ശബ്ദ സന്ദേശങ്ങളും ഒപ്പം വീഡിയോ ദൃശ്യങ്ങളും ഒക്കെ ഈ കുടുംബം പോലീസിന് കൈമാറിയിട്ടുണ്ട്. പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം, ഇവർ 3 പേരും ഒളിവിലാണ്, അവർക്കായുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അക്കാര്യത്തിലാണ് കുടുംബത്തിന് ഇപ്പോൾ ഒരു സംശയമുള്ളത്. എന്തുകൊണ്ട് ഈ 3 പേരിലേക്ക് എത്താൻ പോലീസിന് കഴിയുന്നില്ല എന്നുള്ളത്. ഈ ചില സമയങ്ങളിൽ ഇവരുടെ മൊബൈൽ ഫോൺ ഓണായിരുന്നു എന്നൊക്കെ കുടുംബം പറയുന്നുണ്ട്. മൊബൈൽ ഫോൺ ഓണാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഇവരിലേക്ക് എത്താൻ പോലീസിന് കഴിയില്ലേ എന്ന ചോദ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ഒളിവിലാണ് പ്രതികൾ, അതിനാലാണ് തങ്ങൾക്ക് അവരിലേക്ക് എത്താൻ കഴിയാത്തത് എന്ന മറുപടിയാണ് പോലീസ് നൽകുന്നത്. പ്രവിത, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങളുമായി ചേർന്നത്. ഈ സ്വകാര്യ ലോഡ്ജ്, സ്വകാര്യ ഹോട്ടൽ എന്നൊക്കെ പറയുന്നത് ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടും എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇത്തരക്കാരെയൊക്കെ പുറം ലോകത്തെ അറിയിക്കുക തന്നെ വേണം. ഇവരുടെ മുഖംമൂടികളൊക്കെ പിച്ചി ചീന്തണം. കൃത്യമായ കർശനമായ അന്വേഷണം, എത്രയും പെട്ടെന്ന് പ്രതികളിലേക്ക് എത്തട്ടെ. ആ കുടുംബത്തിന്റെ ആരോപണം, ഇതെന്താണ് ഇത്ര താമസം പ്രതികളിലേക്ക് എത്താൻ എന്നുള്ളതാണ്.